വാർഷിക വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച് കേരള വിഷൻ ഗ്രൂപ്പ്. വ്യവസായ മന്ത്രി പി രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ മാധ്യമ മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ കമ്പനിയുടെ മൊത്തം വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ ഭാഗമായാണ് കേരള വിഷൻ ഗ്രാൻഡ് 1000 എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ ഓർക്കുന്നത് 25 കൊല്ലം മുമ്പ് ഈ ബോട്ട് ജെട്ടിയിൽ നിങ്ങൾ പന്തലും കെട്ടി ഇരുന്നൊരു കാലമുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സമരകാലം. അന്ന് മിക്കവാറും ചിലപ്പോൾ ഇവർ വിളിച്ചിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് വന്നിരുന്ന ഒരു സമയമുണ്ട്. അതിൽ നിന്ന് സംഘടനയായി ഒരു ബദൽ സംവിധാനമായി തന്നെ ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു 6ാമത്തെ കമ്പനിയായി. ഫൈബർ കേബിളിൽ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നതിൽ ഈ ടീമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSV പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു. പരിപാടിയിൽ ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസർ കെ മാധവൻ മുഖ്യാതിഥിയായി. മാധ്യമരംഗത്തെ പ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള വിഷന്റെ വിജയം സംഘബലത്തിന്റെയും കൂട്ടായ യജ്ഞത്തിന്റെയും നേട്ടമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ആളുകൾ പറയും വലിയ കുത്തകൾ കേരളത്തിലേക്ക് വരുന്നു, ആകാശത്തു നിന്ന് ചില ഫൈബർ കേബിളുകൾ ഇനി കേരളത്തിലേക്ക് താഴോട്ടിറങ്ങി വരും, അപ്പോൾ കേരളത്തിന്റെ വിഷം നഷ്ടപ്പെട്ടു എന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. കാലത്തിനനുസരിച്ച് നമുക്ക് കോലം കെട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇനിയും 2000 കോടി ക്ലബിലേക്ക് കയറും എന്ന് എനിക്കറിയാം. അപ്പോൾ കുറച്ചുകൂടെ കേരളത്തിൻ്റെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനം എന്നുള്ള നിലയിൽ മേൽക്കുമേൽ ഈ സ്ഥാപനം കൂടുതൽ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഗ്രാൻഡ് 1000 പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാറും കേരള വിഷന്റെ പുതിയ ചാനൽ യുവയുടെ ലോഗോ പ്രകാശനം ഡോക്ടർ മുരളി തുമ്മാരുകൂടിയും നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 കൊച്ചി.